ഞാനൊരു വാർത്ത കണ്ടു. വേറെ ഇൻ്റർനാഷണൽ ചാനലിലൊന്നുമല്ല, നമ്മുടെ ഒരു മലയാളം ചാനൽ, മലയാളം പത്രത്തിലാണ്, മനോരമയിലാണ്. ഹോർമുസ് ഇറാന് കൊടുക്കാൻ ട്രംപ്, പ്രഖ്യാപനം നാളെയോ ചോദ്യചിഹ്നമാണ്. ആശങ്കയായി ഹൂത്തികൾ. ഇതാണ് ആ വാർത്തയുടെ കണ്ടൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൽ പറയുന്നത് ഹോർമുസിൻ്റെ നിയന്ത്രണം മുഴുവൻ ഇറാന് നൽകാൻ പ്രഖ്യാപനം ഉടൻ വരാൻ പോകുന്നു. ആശങ്കയായി ഹൂത്തികൾ, പാക് ഇടപെടലും തിരിച്ചടി, എണ്ണവില ഇടിഞ്ഞു തുടങ്ങിയ കുറച്ച് വാർത്തകളൊക്കെയാണ് ഇതിൽ കാണുന്നത്. സംഗതി ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വളരെ രസകരമായി തോന്നിയ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഹോർമുസ് കടലെടുക്ക് പണ്ടേ ഇങ്ങനെയായിരുന്നു. ഈ ട്രംപ് ഈ വാർത്താ സമ്മേളനം എല്ലാം നടത്തി, ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ ഈ എഴുത്തെല്ലാം എഴുതി, ഈ ബോംബെല്ലാം ഇട്ടിട്ടും ഹോർമുസ് ഇതുപോലെ തന്നെയായിരുന്നു. പിന്നെ ഇത് ഇറാന് കൊടുക്കും എന്ന് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഇത് അമേരിക്കയുടെ നാഭിയിലെങ്ങാണ്ടിരുന്ന ഒരു സാധനമാണ് ഹോർമുസ് കടലെടുക്ക്. അത് നമ്മൾ ചിലപ്പോൾ ചില സംഗതിയിലേക്ക് കാണത്തില്ലേ, ചില പ്രായമായ കുട്ടികളെ വിളിച്ചിട്ട് ഇനി വാടാ എന്നാ ഹോർമുസിൻ്റെ വെച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന പോലുണ്ട്. എടാ, ഇറാൻ്റെ ഒമാൻ്റെ ഇടയിലാണ് ഹോർമുസ് ഉള്ളത്. അത് അവരാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇറാനിൽ റെജിം ചേഞ്ച് ഉണ്ടാകുമെന്നും അവിടെ തങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ പ്രധാനമന്ത്രിയാവുമെന്നും പ്രസിഡൻ്റ് ആവുമെന്നും ഒക്കെ മുൻകൂട്ടി പ്രഖ്യാപിച്ച് ഗർവോട് ആഹ്വാനം ചെയ്ത് യുദ്ധത്തിനിറങ്ങിയതാണ്. അല്ലാതെ യുദ്ധത്തിനിറങ്ങുമ്പോൾ ഹോർമുസ് ഒരു പ്രശ്നമേ അല്ല. ഹോർമുസിൽ ആർക്കും തർക്കവുമില്ല. ഹോർമുസിലൂടെ എല്ലാ കപ്പലുകളും പോകുന്നുണ്ട്. അപ്പോൾ അവിടെ അടിക്കാൻ വരുമ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്നത് പോലെ ഞങ്ങൾ റെജിം ചേഞ്ചിന് വേണ്ടി വരികയാണ്, എന്നിട്ട് റെജിം ചേഞ്ച് നടന്നു, വളരെ വേഗത്തിൽ നടന്നു, ഒരാഴ്ച കൊണ്ട് തീർക്കും എന്നൊക്കെ പറഞ്ഞാണ് ഇത് നടന്നത്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് ഹോർമുസ് അവർക്ക് കൊടുക്കുമെന്ന്. അത് അവരുടെ കയ്യിൽ ഇരുന്ന സാധനമാണ്. സംഗതി താഴോട്ട് വായിച്ചു ചെന്നപ്പോൾ എന്താ കാണുന്നത്, അളിയൻ്റെ കയ്യിലുള്ള ആയുധങ്ങളും സാമാനങ്ങളും എല്ലാം തീർന്നു. സാമാനം നെഗറ്റീവ് വാക്കല്ല കേട്ടോ, നമ്മൾ സാധാരണ പറയുന്ന സാധന വസ്തുക്കളെല്ലാം തീർന്നു. ഇനി അടിക്കാനൊന്നുമില്ല, ഒരു കുറ്റിയില്ല, ഒരു കുന്തോ ഇല്ല, ഒരു കുടച്ചക്രവും ഇല്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇറാൻ ആവശ്യപ്പെട്ടിരുന്നത് ഹോർമുസിലൂടെ കപ്പലിന് പോകാം, പക്ഷേ ഇറാൻ കാണിക്കുന്ന പാതയിലൂടെ പോകണം, ഇറാനോട് ചേർന്നുള്ള പാതയിൽ പോകണം. തിരിച്ചു പോകുമ്പോൾ ഒമാൻ വഴി വയ്ക്കുമോ. ആദ്യം കുറച്ച് നാളത്തേക്ക് ടോളൊന്നുമില്ല. പിന്നെ ഇതെങ്ങനെ നടത്തണമെന്ന് ഒമാനും ഇറാനും കൂടി തീരുമാനിക്കും. എങ്ങനെയുണ്ട്? ചുരുക്കത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളെ മൊത്തം ബുദ്ധിമുട്ടിച്ച്, മിഡിൽ ഈസ്റ്റ് മുഴുവൻ അടിച്ച് തകർത്ത്, കുറേ പ്രവാസികളായ മനുഷ്യരുടെ കച്ചവടവും കടയും എല്ലാം കളഞ്ഞ് അവരെല്ലാം കയറി നാട്ടിലും വന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹോർമുസ് ഇറാന് കൊടുക്കും. അല്ലെങ്കിൽ ഹോർമുസ് ഒരു മണിക്കൂർ പോലും ഈ അമേരിക്കക്കാരൻ്റെ കയ്യിലോ സഖ്യകക്ഷിയുടെ കയ്യിലോ ഇരുന്നിട്ടില്ല. അതെന്നും ഇറാൻ്റെ കയ്യിലായിരുന്നു. അത് സ്വതന്ത്രമായി എല്ലാവരും ഉപയോഗിച്ചതാണ്. ഇനി ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി എന്നുള്ളതല്ലാതെ ഒരു റെജിം ചേഞ്ചും നടന്നില്ല, ഒരു കുന്തവും നടന്നില്ല. 90 വയസ്സായ ഒരു മനുഷ്യനെ ബോംബിട്ട് കൊന്നു എന്നുള്ളതിനപ്പുറത്ത് ഒരു ചുക്കും നടന്നില്ല.